പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവ വികാസങ്ങൾക്കൊടുവിൽ ദേവയാനിയും തിരിച്ചറിയണേ നയനയാണ് തനിക്ക് കരൾ തന്ന് സഹായിച്ചത് എന്ന സത്യം. ആദ്യമേ സംശയം തോന്നിയിരുന്ന ദേവയാനി കാര്യങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തത വരുത്താനായിട്ട് തന്നെ പരിശോധിച്ചിരുന്ന ഡോക്ടറെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടായിരിക്കട്ടോ അക്കാര്യം ഒന്നുകൂടി ഉറപ്പിക്കുന്നത്. അങ്ങനെ ഡോക്ടറും കൂടി ആ ഒരു സത്യം പറയുന്നതോടുകൂടി ദേവയാനി ആകെ അങ്ങ് തകർന്നടിഞ്ഞു പോകുന്നുണ്ട്. തനിക്ക് വേണ്ടി ഇത്രയും വലിയൊരു വേദന സഹിച്ച് മറ്റാരും ചെയ്യാത്ത ജീവത്യാഗം ചെയ്തത് നയനയാണ് എന്നറിയുന്നതോടുകൂടി ദേവയാനി ആകെ തകർന്നു പോകുന്നുണ്ട്. ഈശ്വര, ഇതൊന്നും അറിയാതെ എന്തൊരു മഹാപാപമാണ് ഞാൻ എൻ്റെ നയന മോളോട് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ ഓർത്ത് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് ദേവയാനി. ഇനിയൊന്നും കാണാനും കേൾക്കാനും നിൽക്കാതെ ഈ ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയെങ്കിൽ എന്ന് പോലും ചിന്തിച്ചു പോകുന്നുണ്ട് ദേവയാനി. അത്രയ്ക്കും കുറ്റബോധമായിരിക്കും ദേവയാനിക്ക് ആ ഒരു സത്യം അറിയുമ്പോൾ. സത്യം അറിയാതെ ഞാൻ എത്രമാത്രം നയനയെ പഴിച്ചു. എനിക്ക് കരൾ തന്നത് നയനയുടെ പ്രായത്തിലുള്ള പെൺകുട്ടിയാണെന്ന് ആദർശ് പറഞ്ഞപ്പോൾ പോലും അതിന്റെ പേരിൽ കൂടി ഞാൻ നയനയെ കുറ്റപ്പെടുത്തിയില്ലേ എന്നെല്ലാം ആലോചിച്ച് സങ്കടം സഹിക്കാനാകാതെ കരയാണ് ദേവയാനി. ഡോക്ടർ വീണ്ടും ദേവയാനിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആളുകളെ ദിവസേന ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നതാണ്. മാഡത്തിന്റെ മരുമകളെ പോലെ ഇത്രയധികം മനസ്സുറപ്പുള്ള ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയെങ്കിലും മാഡം ആ കുട്ടിയെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ ദേവയാനിയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. ഡോക്ടർ പോകുന്നതും കണ്ടുകൊണ്ടായിരിക്കും ജയൻ അവിടേക്ക് വരുന്നത്. ഡോക്ടറല്ലേ ആ പോയത്? ഡോക്ടർ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്? ഇനി ദേവയാനിക്ക് എന്തെങ്കിലും വയ്യായിക എന്നൊക്കെ ചിന്തിച്ച് ജയൻ വേഗം ടെൻഷനോടെ റൂമിലേക്ക് വരുന്നുണ്ട്. ജയൻ വരുമ്പോൾ തന്നെ കാണുന്നത് ദേവയാനി ഇരുന്ന് കരയുന്നതായിരിക്കും. കാണുന്നതും ജയന് കൂടുതൽ ടെൻഷൻ ആകുന്നുണ്ട്. ജയൻ ടെൻഷനോടെ ദേവയാനിയുടെ അരികിലിരിക്കുകയാണ്. തുടർന്ന് തനിക്കിത് എന്ത് പറ്റി ദേവയാനി? താൻ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഡോക്ടറല്ലേ ഇപ്പോൾ വന്നിട്ട് പോയത്? തനിക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ. എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ വീണ്ടും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ദേവയാനി. നേരം എന്റെ പൊന്നു ദേവയാനി, നീ മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കാതെ കാര്യം പറയുന്നുണ്ടോ? നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ എന്നെല്ലാം ജയൻ വീണ്ടും ചോദിക്കുമ്പോൾ എനിക്കൊരു വയ്യായികയുമില്ല ചേട്ടാ. ചേട്ടൻ എന്നെ കുറിച്ചോർത്ത് വെറുതെ ടെൻഷൻ അടിക്കേണ്ട. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ വെറുതെ ഇരുന്ന് കരയുന്നത്? വീണ്ടും എന്തെങ്കിലും അസുഖം വരുത്തി വെക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചേട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി. എന്താ ദേവയാനി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്നതിന്റെ ഉത്തരം നല്ല വ്യക്തമായിട്ട് ചേട്ടൻ അറിയാം. അതുകൊണ്ട് എന്റെ ചോദ്യത്തിന് ഉത്തരം തരാതെ ഒഴിഞ്ഞു മാറാൻ ചേട്ടൻ ഇനിയും ശ്രമിക്കരുത്. ആരാണ് എന്റെ ജീവൻ രക്ഷിച്ചത് എന്ന് ദേവയാനി എടുത്തടിച്ചതുപോലെ ചോദിക്കുമ്പോൾ ജയൻ ഒന്നും വല്ലാതാവുന്നുണ്ട്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം പറയാന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ എന്നോട് പറഞ്ഞതല്ലേ ദേവയാനി എന്ന് പറയും. ആ കുട്ടി ആ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല ആ കുട്ടിയുടെ സമ്മതം കിട്ടാതെ എനിക്കത് തന്നോട് പറയാൻ പറ്റില്ലെന്നും കൂടി ജയൻ പറയുമ്പോൾ വേണ്ട ചേട്ടൻ എന്നോട് ഇക്കാര്യം പറയണ്ട. പക്ഷെ ഞാനൊരു കാര്യം ചേട്ടനോട് അങ്ങോട്ട് ചോദിച്ചോട്ടെ, ആ കുട്ടിയുടെ പേര് നൈന എന്നാണോ എന്ന് ദേവയാനി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ആകെ നടുങ്ങുന്നുണ്ട് ജയൻ. നീ എന്തൊക്കെയാ ദേവ ഈ പറയുന്നത്? ആരെ ഈ വിഡ്ഢിത്തമൊക്കെ നിന്നോട് പറഞ്ഞതെന്ന് ജയൻ ഒരു പതർച്ചയോടെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. ഇനിയും ചേട്ടൻ എന്നെ മണ്ടിയാക്കാമെന്ന് കരുതണ്ട. എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ചേട്ടാ ഞാനിത് ചോദിക്കുന്നത്. ഡോക്ടർ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. നയനയാണ് ബ്ലഡും കരളും പകുത്തു തന്ന് എന്റെ ജീവൻ രക്ഷിച്ചത് എന്നും മറ്റുമെല്ലാം. എല്ലാം അറിയേണ്ട ആൾ അറിഞ്ഞു കഴിഞ്ഞു ചേട്ടാ. ഇനിയും ചേട്ടൻ എന്നെ പറ്റിക്കണ്ടെന്നും പറഞ്ഞ് ജയന്റെ മുമ്പിൽ പൊട്ടിക്കരയാണ് ദേവയാനി. ജയനാണെങ്കിൽ ഒന്നും മിണ്ടാനാകാതെ അല്പനേരം നിന്നതിന് ശേഷം പൊട്ടിക്കരയുന്ന ദേവയാനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അതേ ദേവയാനി, നീ അറിഞ്ഞതൊക്കെ ശരിയായിരുന്നു. നയന മോൾ തന്നെയാണ് നിന്റെ ജീവൻ രക്ഷിച്ചത്. കരൾ മാത്രമല്ല ഇപ്പൊ നിന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡും നയന മോളുടെയാണ്. ഇതെല്ലാം നിന്നോട് മറച്ചു വെക്കണമെന്ന് ഞാനോ ആദർശോ ഒരിക്കലും കരുതിയതല്ലായിരുന്നു. പക്ഷെ നയന മോൾ ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞാനാണ് അമ്മയെ സഹായിച്ചതെന്ന് അമ്മ ഒരിക്കലും അറിയരുതെന്ന്. അങ്ങനെ പറഞ്ഞാൽ നയനയുടെ സഹായം താൻ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്ന് മോൾ സംശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നി എന്നല്ല പറയുന്നുണ്ട് കേട്ടോ ജയൻ ദേവയാനിയോട്. നയനമോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നതിനേക്കാൾ തനിക്കൊന്നും പറ്റരുത് എന്നായിരുന്നു നയനമോൾക്ക്. അതും സ്വന്തമായിട്ട് തീരുമാനമെടുത്താണ് മോൾ തനിക്ക് കരൾ തരാൻ തയ്യാറായതെന്നും കൂടി ജയൻ പറയുന്നത് കേൾക്കുമ്പോ ഞാൻ എന്തൊരു മഹാപാപിയാണല്ലേ ചേട്ടാ. സത്യങ്ങൾ അറിയാതെ ഞാൻ എന്റെ മോളെ അകറ്റി നിർത്തി. എന്റെ നയനമോള് അതൊക്കെ എങ്ങനെ സഹിച്ചു കാണും ചേട്ടാ? എനിക്കിപ്പോൾ തന്നെ എന്റെ നയനമോളെ കാണണം. മോളുടെ കാലിൽ വീണ് മാപ്പിരക്കണം. എനിക്ക് എന്നെ ഒന്ന് അവിടെ വരെ കൊണ്ടുപോ ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് ജയന്റെ നെഞ്ചിൽ വീണ് കരയാണ് ദേവയാനി. ദേവയാനി സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നതോടുകൂടി നയനമോളെ സ്നേഹിച്ചു തുടങ്ങി എന്ന് തിരിച്ചറിയുന്നതോടുകൂടി ജയനും ഒരുപാട് സന്തോഷമാവുന്നു.
ആവുന്നുണ്ട്. ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, എനിക്കിപ്പോൾ തന്നെ എന്റെ നയന മോളെ കാണണം ചേട്ടാ. ചേട്ടൻ ഇപ്പോൾ തന്നെ മോളുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ തനിയെ പോയിക്കോളാം. എനിക്ക് എത്രയും പെട്ടെന്ന് നയന മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇനി മോളെ ഞാൻ ഒരിടത്തേക്കും വിടില്ല. ഇത്രയും കാലം ഞാൻ മോൾക്ക് കൊടുക്കാത്ത സ്നേഹമെല്ലാം എനിക്ക് അവൾക്ക് കൊടുക്കണമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ ആവേശത്തോടെ പറയുമ്പോ, എന്റെ പൊന്ന് ദേവയാനി, നീ ഒന്ന് അടങ്ങ്. എന്തായാലും ഇത്രത്തോളം എത്തിയില്ലേ കാര്യങ്ങൾ. ഞാൻ തന്നെ നിന്റെ മോളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. ഞാൻ ഈ സന്തോഷ വാർത്ത ഇപ്പൊ തന്നെ വിളിച്ച് ആദർശിനെ അറിയിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ, ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് തൽക്കാലം ആദർശ് അറിയണ്ട ചേട്ടാ. അത് അറിഞ്ഞാൽ ഉടനെ തന്നെ നയന മോളോട് പറയും. അത് വേണ്ട ചേട്ടാ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ മാത്രം അവർ കാര്യം അറിഞ്ഞാൽ മതി. അവളുടെ സന്തോഷം എനിക്ക് നേരിട്ട് അനുഭവിച്ചറിയണം ചേട്ടാ എന്നൊക്കെ പറയാണ് ദേവയാനി. അങ്ങനെ പൂർണ്ണമായിട്ട് ആരോഗ്യമൊന്നും വീണ്ടെടുത്തിട്ടില്ലെങ്കിലും ദേവയാനിയുടെ ഒറ്റ നിർബന്ധത്തിൽ ജയൻ നയനെ കാണാൻ ദേവയാനിയെയും കൂട്ടി പുതിയ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അതേസമയം ആദർശാണെങ്കിൽ നയനയെ പരിചരിച്ചുകൊണ്ട് അവളുടെ കൂടെ തന്നെ ഇരിക്കുകയായിരിക്കും. ഗോവിന്ദനും നയനയുടെ അവസ്ഥയോർത്ത് വളരെയധികം വിഷമത്തിലായിരിക്കും. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആ വേദന കടിച്ചമർത്തിക്കൊണ്ടായിരിക്കുമല്ലോ നയന നടക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ തൻ്റെ മകൾ ചെയ്ത ഈ വലിയ ത്യാഗം അവളുടെ അമ്മായിയമ്മ തിരിച്ചറിയുന്നില്ലല്ലോ, എൻ്റെ മോൾക്ക് ഒരിത്തിരി സ്നേഹം പോലും അവർ കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കും ഗോവിന്ദന്. അതേസമയം തന്നെയായിരിക്കൂട്ടോ ജയൻ ദേവയാനിയെയും കൂട്ടി അവിടേക്ക് വരുന്നത്. അപ്പോൾ കാറിന്റെ ശബ്ദം കേട്ട് നന്ദു ആയിരിക്കും വന്ന് നോക്കുന്നത്. ജയൻ ദേവയാനിയെ കാറിൽ നിന്നും പിടിച്ചിറക്കുന്നത് കണ്ട് വിശ്വസിക്കാനാകാതെ നോക്കി നിൽക്കുകയാണ് നന്ദു. നന്ദുവിനെ ഒന്ന് നോക്കിയതിനു ശേഷം രണ്ടുപേരും ചിരിയോടുകൂടി അകത്തേക്ക് കയറി വരുന്നുണ്ട്. പക്ഷെ നന്ദു ആണെങ്കിൽ ആകെ ഭയന്ന് നിൽക്കായിരിക്കും. ഈശ്വര, ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ചേച്ചിയെ കൂട്ടിക്കൊണ്ടുപോയി ഇനിയും ഉപദ്രവിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പേടിയോടെ നിൽക്കാൻ കേട്ടോ നന്ദു. നന്ദുവിന്റെ പേടിയോടെയുള്ള ആ നോട്ടം കണ്ടേ, നീ എന്താ മോളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇങ്ങ് അടുത്ത് വാന്നും പറഞ്ഞുകൊണ്ട് അവളെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് ദേവയാനി. നന്ദു ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ അല്പനേരം നിന്നതിനു ശേഷം പതുക്കെ ദേവയാനിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ശബ്ദം കേട്ട് കനകയും ഗോവിന്ദനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ വന്നത് ദേവയാനിയാണെന്ന് അറിയുന്നതും പകച്ചു നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കനകയും ഗോവിന്ദനും. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇനി ആദർശ് മോൻ ഇവിടേക്ക് വന്നതറിഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് വന്നതാണോ എന്നെല്ലാം ചിന്തിച്ച് പേടിയോടങ്ങനെ നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും. കനകയുടെയും ഗോവിന്ദന്റെയും മുഖത്തെ ആ പേടി കാണുമ്പോ, നിങ്ങൾ രണ്ടുപേരും എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? വഴക്കുണ്ടാക്കാൻ വന്നതാണെന്ന് കരുതി കാണുമല്ലേ? നിങ്ങൾ പേടിക്കേണ്ട, നയന മോളോട് ഞാൻ ചെയ്തതെല്ലാം തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നയന മോളുടെ നന്മ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഒടുവിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന നയന മോൾ തന്നെ വേണ്ടി വന്നല്ലോ എന്റെ ജീവൻ രക്ഷിക്കാനെന്നൊക്കെ ദേവയാനി പറയുന്നത് കേൾക്കുമ്പോ അമ്പരപ്പോടെ ജയനെയും ദേവയാനിയെയും മാറി മാറി നോക്കുകയാണ് കനകയും ഗോവിന്ദനും. അതെ കനകെ, ഞാൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് എന്റെ നയന മോളെ കണ്ട് അവളോട് ചെയ്തതിനെല്ലാം മാപ്പ് ചോദിക്കണം. ഞാൻ അവളെ കാണാനും മോളെ കൂട്ടിക്കൊണ്ടു പോകാനുമാണ് വന്നതെന്ന് ദേവയാനി പറയുന്നത് കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഗോവിന്ദന്റെയും കനകയുടെയും. കണ്ണു നിറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിത് വിശ്വസിക്കാവോ എന്ന് ചോദിച്ചു പോകുന്നുണ്ട് അവര് രണ്ടുപേരും. 100% വിശ്വസിക്കാമെന്ന ഒരു ചിരിയോടെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ദേവയാനി. തുടർന്ന്, വരൂ, നയന മോള് അകത്തുണ്ട്, ആദർശ് മോനും കൂടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കനകയും ഗോവിന്ദനും. അതേസമയം നയനയുടെ അരികിലിരിക്കുകയായിരിക്കും ആദർശ്. അപ്പൊ അകത്തേക്ക് വരുന്ന അമ്മയെ കാണുന്നതും ആകെ അമ്പരപ്പോടെ പരസ്പരം നോക്കുന്നുണ്ട് നയനയും ആദർശവും. ആദർശാണെങ്കിൽ പേടിയോടെ പെട്ടെന്ന് തന്നെ നയനയുടെ അടുത്ത് നിന്നും എണീറ്റ്, അമ്മ എന്താ ഇവിടെ എന്ന് ചോദിക്കും. എന്താടാ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ? നീയൊക്കെ എന്താ വിചാരിച്ചത്? എല്ലാ കാലവും എല്ലാ സത്യവും എന്നിൽ നിന്ന് മറച്ചു വെക്കാമെന്നാണോ എന്ന് ദേവയാനി ഗൗരവത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് എന്തോ പറയാനായിട്ട് തുടങ്ങുമ്പോൾ ആദർശിന്റെ വാക്കുകളെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേവയാനി നേരെ നയനയുടെ അരികിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ട് ആദർശിന് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അമ്മയുടെ പെട്ടെന്നുള്ള മാറ്റം കാണുമ്പോൾ. തുടർന്ന് ദേവയാനി തന്റെ അരികിൽ വന്നിരിക്കുമ്പോൾ അമ്മ ഇനി തന്നെ വഴക്ക് പറയാനെങ്ങാനും വന്നതാവോ എന്നുള്ള പേടിയോടെ ഇങ്ങനെ അമ്മയെ നോക്കുന്നുണ്ട് നയനയും. തുടർന്ന് നയനയുടെ തലയിൽ തലോടിക്കൊണ്ട് ദേവയാനി മോളെ എന്ന് വിളിക്കുന്നതും ആ ഒരു വിളിയിൽ അറിയാതെ നയനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട്. എൻ്റെ മോള് എന്തിനാ കരയുന്നത്? മോൾ കരയേണ്ട ഒരു ആവശ്യവുമില്ല. ഇത്രയും നാളും എനിക്ക് മോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മോൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ മോളുടെ നന്മ മനസ്സിലാക്കാൻ കഴിയാത്ത മഹാപാപിയായി പോയി ഞാൻ. മോൾ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് നയനയുടെ മുമ്പിലിരുന്ന് ദേവയാനി പൊട്ടിക്കരയുമ്പോൾ, എന്താ അമ്മ ഇത്? അമ്മയോട് എനിക്കൊരു ദേഷ്യവുമില്ല. അമ്മയ്ക്ക് ഒരു ആപത്തും വരരുത് എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ മനസ്സിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അമ്മയോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയും. അമ്മയുടെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് നയന പറയുമ്പോൾ എൻ്റെ പൊന്നു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ദേവയാനി നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.
അത് കണ്ട് ആദർശിനും ഗോവിന്ദനും കനകയ്ക്കും നന്ദുവിനും ജയനുമെല്ലാം മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ശരിക്കും സന്തോഷമാകുന്നുണ്ട്. കാരണം ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണല്ലോ നയനയെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരുന്നിരുന്നത്. തുടർന്ന് ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, മോളുടെ ജീവൻ പോലും നോക്കാതെയല്ലേ എന്നെ രക്ഷിച്ചത്. മോളുടെ കൺമുന്നിൽ വെച്ചല്ലേ ഞാൻ മറ്റൊരുത്തിയെ എന്റെ മരുമകളാണെന്നും പറഞ്ഞ് ചേർത്ത് നിർത്തിയത്. മോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. മോളെ ഞാൻ പലതും പറഞ്ഞു വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം എനിക്ക് പരിഹാരം ചെയ്യണം മോളെ. എങ്കിലേ എന്റെ മനസ്സിന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടൂ. നിന്നെ പോലെ ഒരു മോളെ ഭാര്യയായിട്ട് കിട്ടിയ എന്റെ മകൻ എത്രമാത്രം ഭാഗ്യവാനാണെന്നൊക്കെ പറഞ്ഞ് നയനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ദേവയാനി. ഞാൻ പറയുന്നുണ്ട്, തനിക്ക് തന്റെ തെറ്റ് മനസ്സിലായല്ലോ ദേവയാനി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാണാൻ കാത്തിരുന്ന ഒരു മുഹൂർത്തമാണ് ഇത് എന്നെല്ലാം ജയൻ പറയുമ്പോ ആദർശം അത് ശരിവെച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ നയനയോട് എപ്പോഴും പറയുമായിരുന്നു അച്ഛാ, ഞാൻ ചെയ്യുന്ന നന്മയ്ക്കൊക്കെ തന്നെ എന്നെങ്കിലും അമ്മ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുമെന്ന്. അത് സത്യമായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛാന്ന് ആദർശം പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഇനി എന്റെ നയനമോളെ ഒരിക്കലും വേദനിപ്പിക്കില്ല. ഇനി എന്റെ മരുമകൾ അനാമികയല്ല, നയനമോളാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെ ജീവിതം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു പുനർജന്മമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എൻ്റെ ഈ ജീവിതം ഇനി എൻ്റെ ആദർശനും നയനമോൾക്കും ഉള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ദേവയാനിയുടെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങിയെന്ന് തിരിച്ചറിയുന്നതോടുകൂടി നയനയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. തുടർന്ന് കനകയോടും ഗോവിന്ദനോടുമായിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഞാൻ നയനമോളെ കൂട്ടിക്കൊണ്ടു പോവാനാണ് വന്നത്. അവളുടെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ ആദർശ് മോന്റെ അമ്മയ്ക്കും സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് കനക ചോദിക്കുമ്പോൾ എന്റെ അസുഖമൊക്കെ മോളെ കണ്ടപ്പോൾ തന്നെ മാറി. മോൾക്ക് അവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. അക്കാര്യത്തിൽ കനകയ്ക്ക് എന്നെ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. ശേഷം ദേവയാനി വീണ്ടും പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ അനന്തപുരിയിലെ വിഷപ്പാമ്പുകൾ ആരൊക്കെയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അനാമികയും അവളുടെ അച്ഛനും അമ്മയുമാണ് എല്ലാറ്റിനും ഉത്തരവാദികൾ. അവൾ വന്ന് കയറിയതിന് ശേഷം മാത്രമാണ് അനന്തപുരിയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത്. മറ്റെന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അനാമിക അനന്തപുരിയിലേക്ക് കയറി വന്നിരിക്കുന്നത്. അവളുടെ കാര്യത്തിലും ഉടനെ തന്നെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ആദർശ് മോനെ പോലെ തന്നെയാണ് എനിക്ക് അനിയും. അവനും ആദർശ് മോനെ പോലെ നല്ലൊരു ഭാര്യയെ തന്നെ വേണം കിട്ടാനെന്ന് നന്ദുവിനെ നോക്കി പറയുന്നുണ്ട് കേട്ടോ ദേവയാനി. ജ്യോത്സ്യൻ പറഞ്ഞിരിക്കുന്നത് അനിയുടെ ജീവിതത്തിൽ 2 വിവാഹത്തിനുള്ള യോഗമുണ്ടെന്നാണ്. വൈകാതെ തന്നെ എല്ലാറ്റിനെയും അടിച്ചു പുറത്താക്കി അനന്തപുരിയിൽ ഒരു ശുദ്ധി കലശം തന്നെ നടത്താനുണ്ടെന്നൊക്കെ പറയുകയാണ് ദേവയാനി. തുടർന്ന് കനകയോടും ഗോവിന്ദനോടും ഇടയ്ക്കിടയ്ക്കൊക്കെ അനന്തപുരിയിലേക്ക് വരണമെന്നും കൂടി ആവശ്യപ്പെടുന്നുണ്ട് ദേവയാനി. ശേഷം ദേവയാനിയും ജയനും ആദർശം കൂടിയിട്ട് നയനയെ തിരികെ അനന്തപുരിയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദേവയാനി നയനയെ മരുമകളായിട്ട് അംഗീകരിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നത് നിറഞ്ഞ സന്തോഷത്തോടെ കണ്ടുകൊണ്ട് നിൽക്കാണ് കനകയും ഗോവിന്ദനും നന്ദുവുമെല്ലാം. ഇങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.